എന്തായാലും താൻ കുഴിച്ച കുഴിയിൽ എന്ന് പറയുന്നത് പോലെ ഷിബിനയും അവസാനം ആ കുഴിയിലേക്ക് ചെന്ന് ചാടുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് വോട്ടിംഗ് കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് ഡയറക്റ്റായിട്ട് അറിയില്ല ആർക്കൊക്കെയാണ് എത്ര വോട്ട് വന്നിട്ടുള്ളതെന്ന്. പക്ഷെ അവരതിന് ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പലരിടത്തും നടന്ന് ചോദിച്ചും കിട്ടാവുന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായി, 2-3 എപ്പിസോഡുകളായിട്ട് എലിമിനേഷൻ ഒന്നും നടക്കുന്നില്ല. അവർ ഓരോ ദിവസം പേടിച്ചാണ് ഇരിക്കുന്നത്. ആരായിരിക്കും എപ്പോഴായിരിക്കും എലിമിനേറ്റഡ് ആകുന്നതെന്ന്. ഈ 12 പേരും അവസാന നിമിഷത്തിലേക്ക് അടുത്തിരിക്കുന്നു. പക്ഷേ ചുണ്ടിനും കപ്പിനും ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ടൈമാണ് അവരെ വല്ലാതെ അലട്ടുന്നത്. അതുകൊണ്ട് ഓരോ ഗെയിമും ചുരുക്കി പറഞ്ഞാൽ ക്യാപ്റ്റനാകാൻ വരെ മടിച്ച് മാറി നിൽക്കുന്ന ചിലരെ നമുക്കവിടെ കാണാം. അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റനാണ് എല്ലാ ബ്ലെയിമും ഏറ്റെടുക്കേണ്ടത്. ഒരു ഗെയിം അങ്ങാനും മിസ്സായി തോറ്റുപോയാൽ ക്യാപ്റ്റൻ അങ്ങനെ തീരുമാനിച്ചു, അതുകൊണ്ട് ക്യാപ്റ്റനെ പിടിച്ച് ഔട്ട് ഹൗസിലിടണം, ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യണം. ഇത്തരം പരിപാടിയായിട്ട് നടക്കുന്ന കുറച്ച് പേരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഷിബ്നയുടെ ഒരു തന്ത്രം റിയാസ് പൊളിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഷിബ്ന പറയുന്നത് തൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള എൽദോ ആണ് ഔട്ട് ഹൗസിൽ പോകേണ്ടത്. കാരണം എൽദോ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തോറ്റാൽ എന്നെ നേരെ ഔട്ട് ഹൗസിൽ പറഞ്ഞു വിട്ടോളൂ എന്ന്. ഇതിനുവേണ്ടി ഷിബ്ന തിരഞ്ഞെടുക്കുന്ന ഒരു റീസണാണ് ഏറ്റവും കോമഡി ആയി പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഗെയിം കളിച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ കളിക്കുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ഗെയിം കളിക്കാൻ കുറച്ച് തന്ത്രങ്ങൾ മെനയാൻ നമുക്ക് സാധിച്ചില്ല. അതിൻ്റെ ഉത്തരവാദി എൽദോ ആണ്. അതുകൊണ്ട് എൽദോ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമറാണ്. അതുകൊണ്ട് എൽദോ ഔട്ട് ഹൗസിലേക്ക് പോകണം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം റിയാസ് പറഞ്ഞു, അതിന് എൽദോ എങ്ങനെയാണ് പ്രതിയാകുന്നത്? എൽദോയുടെ ആഗ്രഹം കൊണ്ടല്ല ഈ ഗെയിം ആദ്യം കളിക്കാൻ പോയത്. ഞാനാണ് നിങ്ങൾക്ക് ആരൊക്കെ എപ്പോഴൊക്കെ ഗെയിം കളിക്കണം, ആദ്യത്തെ ഗെയിം ആരാണ് കളിക്കേണ്ടതെന്ന് തീരുമാനിച്ചത് ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു. ഇവിടെ എങ്ങനെ എൽദോ പ്രതിയാകുന്നത്? ഷിബിന എന്നിട്ടും വിടുന്നില്ല. ഷിബിന പറയുന്നത് എൽദോ അങ്ങനെ ആദ്യം പറഞ്ഞിരുന്നു ഞങ്ങളുടെ അടുത്ത്, അതുകൊണ്ടാണ് ഇപ്പോൾ നോമിനേറ്റ് ചെയ്യുന്നത്. അല്ലാതെ എൽദോക്ക് കൊടുത്ത ചാൻസ് ആദ്യമായിട്ടല്ല. എൽദോക്ക് അങ്ങനെ ഒരു തോട്ട് പ്രൊസീജിയർ ഉണ്ടായിരുന്നു. എന്തായാലും താൻ കുഴിച്ച കുഴിയിൽ എന്ന് പറയുന്നത് പോലെ ഷിബിനയും അവസാനം ആ കുഴിയിലേക്ക് ചെന്ന് ചാടുന്നുണ്ട്. മത്സരം കൂടുതൽ കടുത്തതാകുന്നു. തന്ത്രങ്ങളും എല്ലാവരും 18 അടവും പയറ്റി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ആര് വീഴും ആര് വാഴും എന്നുള്ളതിൻ്റെ ഒരു മെജോറിറ്റി കാൽക്കുലേഷൻസ് ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങളുടെ വോട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വോട്ട് നല്ല രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.